ഈ കച്ചി പോലും ഇട്ട് കൊടുക്കാതെ കരിവീട്ടി എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം. തിന്നു കാളെ, നന്നായിട്ട് അങ്ങോട്ട് തിന്ന്. ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യണം. എന്തിനാടാ കിടന്ന് കൂവുന്നത്? നിങ്ങളുടെ 3 അനിയത്തിമാരുടെ കൂടെയും തട്ടിക്കളിക്കുവാ. ചേട്ടാ ആ കോയിൻ അടിക്കും. ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാര് എന്തോ ക്യാമറ കളിക്കുന്ന രീതിയിലാണല്ലോ നീ വന്ന് പറഞ്ഞത്. വിവരം കെട്ടവനെ, നിന്റെ തലയിരിക്കുന്ന സാധനം കൊണ്ട് നിന്റെ കണ്ണ് മൂടിയിട്ട് പോയി ചാണകം എടുക്കാൻ നോക്കും. പോടാ അവിടുന്ന് പോ. ചേട്ടാ ഈ കായ് അടിക്ക്. ഈ കായ് എടി എരുമ എഴുന്നേറ്റ് പോകാൻ നോക്ക്. കായെന്നല്ല പറയണ്ടത്, കോയിൻ എന്നങ്ങ് എടുത്തങ്ങ് പറ. അളിയ അത് ഇംഗ്ലീഷിലാണ് കോയിന്, മലയാളത്തില് കാ എന്ന് വേണം പറയാൻ. ഇനി ഏതാ അടിക്കേണ്ടെന്ന് പറ. ഇനി ഞാൻ അങ്ങോട്ട് ഗെയിം കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ചെന്നിട്ട് അണ്ണനൊരു നല്ല ചായ എടുത്തോളൂ. ചെല്ല് പോകാൻ. ഇവൻ വെറുതെ ശല്യം ചെയ്യാൻ. ചേട്ടാ ചായയാണോ പാലാണോ വേണ്ടേ? ഞാൻ പാലേ കുടിക്കുള്ളൂ നിനക്കറിയില്ലേ കൂട്ടാ. മിൽമ പാൽ വേണോ അതോ ചേട്ടന് പശും പാൽ വേണോ? തേങ്ങാപ്പാൽ വേണം. മര്യാദക്ക് പോകാൻ നോക്കടി. പൊടി അവിടുന്ന്. എന്റെ സ്വഭാവം. അതെ ചേട്ടൻ ഡിസ്ട്രിക്ട് പ്ലെയറാ. ഞാൻ സ്റ്റേറ്റ് പ്ലെയർ. പൊടി അവിടുന്ന്. കഷ്ടം. അടിച്ചോ. ആദ്യം നീ മര്യാദക്കിരിക്കേ. എന്റെ വീട് എന്റെ കാല്. ഞാൻ ഇഷ്ടമുള്ളിടത്ത് കാല് വെക്കും. നീ അടിക്കടാ. 1 മിനിറ്റ്. ഈ കളി ഞാൻ ജയിച്ചാൽ അളിയൻ പറ. ആദ്യ വണ്ടി കയറി നീ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഇതില് ഞാൻ ജയിച്ചാലോ? ജയിച്ചാലോ ഇല്ലെങ്കിലും ആദ്യ വണ്ടിക്ക് തന്നെ പൊക്കണം. ഡീലോ നോ ഡീലോ? ഡീൽ. അത് തന്നെ. Come on. ചേട്ടാ കാപ്പിക്കപ്പ് പൊട്ടി. എന്താളിയാ കളിക്കാതെ പോകുന്നേ? കാ നോക്കി അടിക്കാൻ പറഞ്ഞ ഒരുമാതിരി ആണുങ്ങൾ അടിക്കുവാണെങ്കിലേ നോക്കി അടിക്കണോടാ. ഇങ്ങനെ ഇരുന്നുണ്ട് ഒരുമാതിരി മറ്റേ. അവര് വെള്ളത്തിൽ ചാടിയത് ഇവിടെയായിട്ടാണ്. ഇവിടെ അടുത്തായി ആർക്കെക്കുപ്പം, സൂളൂർപേട്ട, തട, നായിഡുപേട്ട, നെഞ്ചനാട്, ചുണ്ണാമ്പുകുളം, അങ്ങനെ എല്ലാം കൂടി 5-6 ഗ്രാമമുണ്ട്. ഈ ഏരിയയിലുള്ള ബീച്ച്, ലോഡ്ജ്, ഹോസ്പിറ്റൽ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയാ അവരെ 2 പേരെയും നമുക്ക് പിടിക്കാം. ഓക്കെ? ഒന്ന് പോളിയാ. ഇലക്ട്രിഷ്യൻ ടെസ്റ്റർ വെച്ച് ചുറ്റിക്കറങ്ങുന്ന പോലെ എന്റെ പെങ്ങടെ ചുറ്റും നീ എന്താണ് ചുറ്റിക്കറങ്ങി നടക്കുന്നത്? നേരത്തെ നിർത്തി നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അളിയനല്ലേ ഓടിയും ചാടിയും കളിക്കാൻ പറഞ്ഞ്, അതാ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നത്. ഓ കളിയാണല്ലേ. അതെങ്ങനെയാ കളി? അളിയന്റെ അനിയത്തി കൈ ഇങ്ങനെ വെക്കും, അത് ഞാൻ ഇങ്ങനെ അടിക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കും, പിന്നെ ഇങ്ങനെ അടിക്കും, അത് കഴിഞ്ഞ് ബസ്സിനുള്ളിൽ വെച്ച് പെമ്പിള്ളേരെ ചെറുപ്പക്കാർ ഇടിച്ചു നിൽക്കുന്നതിന് കളിയെന്നൊരു പേര് വിട്ട് എന്റെ കണ്ണെന്ന് ഉപയോഗിച്ച് എന്റെ പെങ്ങന്മാരെ ഇടിച്ചു ഞെരുക്കുന്നതിൽ അയ്യോ. ഇവളുമാരാണ് കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. അയ്യോ. ഇപ്പൊ എന്ത് നടന്നിട്ട് ഇവിടെ കിടന്ന് നിലവിളിക്കുന്നേ? ഇത് ചെറിയൊരു ഗെയിം അല്ലേ? ഇതൊരു ചെറിയ ഗെയിം അല്ലടാ, എന്റെ ജീവിതമായി ഗെയിം. കേറി പൊടി അത് പൊടി. നിക്കടെ കൈയടിക്കടി കൈയടിക്കടി പൊടിയത്. നിന്നോട് എന്താ പ്രത്യേകിച്ച് പറയണം? പൊടി. അവസാനത്തോളം എരുമ. നിന്റെ കളികളൊക്കെ എന്റെ അടുത്ത് മതി കേട്ടോ. പെണ്ണുങ്ങളോട് നിനക്ക് ഒരു വെറുപ്പുമില്ല. എന്നെ കാണുമ്പോൾ നിനക്ക് എന്താണ് ഇത്ര അറപ്പ്? എന്റെ കൂടെ കളിക്ക്. ആദ്യം ഇങ്ങനെ അടിച്ചല്ലോ, പിന്നെ ഇങ്ങനെ അടിച്ചല്ലോ, പിന്നെ ഇവിടെയും, പിന്നെ ഇങ്ങനെ, പിന്നെ അയ്യോ എന്താ അളിയത്? ഇനി മേലെ ഈ മാതിരി കളിയുമാട്ടി വീടിനകത്ത് കയറിപ്പോരുത്. ഇറങ്ങി പോടാ വെളിയിൽ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വേറെ എവിടെങ്കിലും ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ഇവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. സർ, ഈ നാട്ടിൽ അവൻ എവിടെയും ഇല്ലെന്നാ തോന്നുന്നു.
ഇതെന്താ ഇളയവള് കുനിഞ്ഞു നിൽക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇവനെന്താ ഒരുമാതിരി ബഹളി പിടി ചൂടി വരുന്നത്? എന്താളി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കൈ വെക്കാനായിട്ട് വന്നപ്പോ കുറുകെ വരുന്നു. അയ്യോ ഡാ, കുത്തുവിളക്ക് പോലെ ഇരിക്കുന്ന എന്റെ അനിയത്തിയെ കുത്തുകല്ല് പോലെ നിർത്തിയിട്ട് നീ എന്ത് ചെയ്യാൻ പോവാടാ? അളിയനല്ലേ പുറത്തു പോകാൻ പറഞ്ഞേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത്. കാ കൊണ്ടുള്ള കളി കഴിഞ്ഞു, കാലുകൊണ്ടുള്ള കളിയും കഴിഞ്ഞു, ഇപ്പൊ കൈവിളയാട്ടം തുടങ്ങിയല്ലേ? ഇനി ഈ കളി എങ്ങനെയാ കളിക്കുന്നത്? അളിയന്റെ അനിയത്തി കുനിഞ്ഞു നിൽക്കും, ഞാൻ ഓടി വന്ന് കൈ വെച്ച് ചാടി കളിക്കും. അളിയാ, പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ കളിക്കുന്നതിന് ഒരു പരിധിയുണ്ടേ, അതറിയാവോ? വിട്ടാ പാമ്പ് കളിയും പിന്നെ തോണ്ടിയുള്ള കളിയും എല്ലാം. എടി എരുമേ, നിനക്ക് വിവരമില്ലടി. അവൻ എന്തെങ്കിലും തോന്നിയാസം പറയുന്ന കേട്ടോണ്ട് നീ അവനൊപ്പം തുള്ളാൻ നിൽക്കുമല്ലടി. നിന്റെ തലക്കെട്ടി ഞാൻ തരും, പറഞ്ഞേക്കാം. ഒന്ന് പോ ചേട്ടാ, എപ്പോ നോക്കിയാലും ചേട്ടനോട് ഞങ്ങളെ കളിക്കാൻ വിടില്ല. എന്താ 24 മണിക്കൂറും ഗെയിം കളിക്കാൻ ഇവനെന്താടി വീഡിയോ ഗെയിമോ? അതോ ഒന്നും അറിയാത്ത കുട്ടിയോ? TV-യിൽ കുക്കർ ഷോ ഉണ്ടാവും. ചക്കപ്പഴം കൊണ്ട് അലുവ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാന്ന് നീയൊക്കെ ചെന്ന് കണ്ടുപിടിക്ക്. പോകാനല്ല പറഞ്ഞു. അളിയ, എനിക്ക് കുരു കൊണ്ട് പക്കാവട ഉണ്ടാക്കാൻ അറിയാടാ, ഞാൻ പോയി പഠിപ്പിച്ചു കൊടുക്കട്ടെ. എന്നെ കണ്ടിട്ട് നിനക്കൊരു സഹതാപം തോന്നുന്നു. അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് കളിക്കാനുള്ള മൂടാ. എന്നാ അളിയൻ കുഞ്ഞു നിക്ക്. എന്താടാ ഞാൻ കുനിയണമെന്നോ? അളിയൻ വരത്തില്ല, വേണ്ട അമ്മേ. ഒന്നും വേണ്ട, കുടുംബത്തിന് വേണ്ടി ഞാൻ തന്നെ കഥ പറയാതെ കുഞ്ഞു നിക്കാൻ നോക്കളിയാ. എഴുന്നേക്കരുത്, എലിമിനേറ്റ് ആകും. വെള്ളം കുടിക്കേ. വാടാ വാ, നീ ഓടി വരുമ്പോ ഞാൻ ഇവിടെ നിന്ന് മാറും. അപ്പൊ നിനക്ക് പറ്റാൻ പോകുന്ന എന്താ നീ കണ്ടറിഞ്ഞോടാ. മാവാവി, നീ പറയുന്നത് കേക്ക്. വെള്ളവും കുടിക്കത്തില്ല, എന്നെ പേടിയുമില്ല നിന്നെ. എവരിത്തിങ് ഓൾറൈറ്റ്. പശു വന്ന് കുത്താൻ വേണ്ടി മാത്രം നീ അവിടെ എന്തുണ്ടാക്കിയടാ? ഞാൻ കുനിഞ്ഞു നിൽക്കുവായിരുന്നമ്മേ. പശു കുത്താൻ വന്നാൽ ഓടി മാറണ്ടേ, അല്ലാതെ കുനിഞ്ഞല്ല നിക്കണ്ടേ. കുത്തു കൊണ്ടെടുത്തേ പഞ്ഞിയിൽ മരുന്ന് വെക്കണം. പഞ്ച് ഡയലോഗ് അല്ല പറയുന്നത്. പോയി വേറെ വല്ല പണി നോക്കും. ഇവനെ പശു കുത്തി കൊല്ലണം വേണ്ടി ഞാനിവിടെ വേദന കൊണ്ട് പൊളയുക. നീ എന്റെ അനിയത്തിമാരുടെ ഇടക്ക് പൊളയുവാണോടാ? ചേട്ടാ, എന്താ മോളെ? ചേട്ടന്റെ അസുഖം മാറാൻ എത്ര ദിവസം എടുക്കും? അയ്യോ, അവളുടെ സ്നേഹം വീങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് 2-3 ദിവസമെങ്കിലും ആവുന്നാ തോന്നുന്നു. എങ്കിൽ വാ നമുക്ക് കളിക്കാം. ഇതിനാണോ നീ അവനോട് ചോദിച്ചത്? അച്ഛൻ വന്ന് പെട്ടി തുറന്ന് വാ നമുക്ക് കളിക്കാം. വാ ചേട്ടാ. അതാണ്. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. എടാ വീപ്പക്കുറ്റി, മാറിയിടാ. ഏത് നേരത്താണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ കുടുംബം തകർക്കാൻ വേണ്ടി. ഇവളുമാരെല്ലാം കൂടി ഈ കുടുംബം കൊടന്നുകൊണ്ടോന്ന് എനിക്ക് തോന്നുന്നേ. എന്താ വേണ്ടേ? ആരാ? എന്താ വേണ്ടേ? എന്താ സാറേ വേണ്ടേ? എല്ലാ സ്ഥലത്തും നമ്മൾ അന്വേഷിച്ചു, അവര് രണ്ടുപേരും ഇല്ലല്ലോ സാർ. അവന്മാര് രണ്ടുപേരും അധിക ദൂരം പോകാൻ സാധ്യതയില്ല. 3 ഗ്രാമമുണ്ട്, അവിടെയും കൂടെ തപ്പി നോക്കണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കവല, അമ്പലങ്ങള് ഒന്നും മിസ് ചെയ്യരുത്. അവന്മാരെ രണ്ടുപേരെയും എനിക്ക് ജീവനോടെ വേണം. വണ്ടി എടുക്കണം. സ്വാമി ഫോൺ ചെയ്തായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് ഞാൻ വൈദ്യശാല പോയിട്ട് നീ വരാം. അമ്പലത്തിലേക്ക് പോയിക്കോ, ഞാൻ കുറച്ച് പൂ വാങ്ങിച്ചോണ്ട് വരാം. അല്ല ഏട്ടാ, കോടതി പോവാതെ അമ്പലത്തിൽ വന്ന് തൊഴുതോണ്ട് നിൽക്കുന്നത് എന്താ? ഇന്ന് നമ്മുടെ ചേട്ടന് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് മുട്ടയടിക്കാമെന്ന് നേർന്നിട്ടുണ്ട്. നിങ്ങൾ മുട്ടയടിക്കാൻ പോകുന്നോ? പോടാ അവിടുന്ന്. നമ്മൾ മുട്ടയടിച്ച ചരിത്രമുണ്ടോ? അതാ ഞാൻ ഓർത്തേ. മറ്റുള്ളവർക്ക് മുട്ടയടിച്ചല്ലേ നമുക്ക് ശീലം. ആർക്കാ ചേട്ടാ മുട്ടയടിക്കാൻ പോകുന്നേ? ആദ്യം മണിയടിച്ചോണ്ടിരിക്കുന്ന 3 പേർക്ക് നമുക്ക് മുട്ടയടിക്കാടാ. എന്താ?
പോയി പൊക്കിക്കൊണ്ട് വാടാ. അയ്യോ അയ്യോ ആരാത്? അയ്യോ അയ്യോ വേണ്ട ചേട്ടാ, എന്നെ വിട് വിട്. അയ്യോ ചേട്ടാ, എന്റെ കല്യാണം ചേട്ടാ നാളെ. അയ്യോ വേണ്ട, അയ്യോ ഓടിക്കില്ല, അയ്യോ വേണ്ട. അയ്യോ എന്റെ ദൈവമേ, ഇതെന്താ? എടാ, അടുത്ത ഭാഗ്യവാൻ ആരാ നോക്കി വിളിക്കേ. ദൈവമേ. പോയി അവനെ പൊക്കിക്കൊണ്ട് വാടാ. ചെല്. താങ്ക്സ് അങ്കിൾ. ബൈ. ഡാ, ഞങ്ങളുടെ ചേട്ടൻ വിളിക്കുന്നു, അങ്ങോട്ട് വാടാ. വാടാ അങ്ങോട്ട്. നടക്ക്, ഞാൻ വന്നേക്കാം. വിളിച്ച എന്താടാ വരാൻ താമസം? മൊട്ടയടിക്കണം. പോയിരിക്കടാ. എന്തിനാ? ഞങ്ങളുടെ ചേട്ടന് ജാമ്യം കിട്ടാൻ വേണ്ടി ഈ അമ്പലത്തിലേക്ക് 3 പേർക്ക് മൊട്ടയടിച്ചേക്കാൻ നേർന്നിട്ടുണ്ട്. നിന്റെ ചേട്ടന് ജാമ്യം കിട്ടണമെങ്കിൽ നീ മുട്ടയടിക്കേ. ഞാൻ എന്തിനാടാ അടിക്കുന്നേ? പോടാ. ഇവനോടൊക്കെ എന്തിനാ ചേട്ടാ ചോദിക്കുന്ന? മൊട്ടയടിക്ക്. കൊല്ലണം അവനെ. ഞാൻ ആരാണെന്ന് അറിയാതാ നീ എന്നോട് കളിച്ചത്. കളിക്കണമെങ്കിൽ ആരാണെന്ന് അറിയേണ്ട ആവശ്യമില്ല, കളിക്കാൻ അറിഞ്ഞാ മതി. നിനക്കെന്താണ് എത്ര സെന്റിമെന്റ്സ്? എടി, എന്തിനാണ് ഈ സമയത്ത് ഛർദിക്കുന്നത്? രാവിലെ കഴിച്ചതെല്ലാം കൂടെ കുവാന്ന് ഛർദിക്കുന്നത് എന്ത് പറ്റിയടി? എന്താന്നറിയില്ല, വല്ലാതെ തല ചുറ്റുന്നു. ഇനി ഛർദിക്കണം തോന്നുക. മാങ്ങ തിന്നാൻ എനിക്ക് കൊതിയാവുക. കറി തിളച്ചപ്പോ ഛർദിക്കാൻ തോന്നിയ പുളി ചപ്പി തിന്നണമെന്ന് എനിക്ക് തോന്നുന്നു. നിന്നെ എനിക്ക് ചമ്മന്തിയാക്കാനാ തോന്നുന്നേ. ഇതിനാരാണ് കാരണക്കാർ?
ഞാൻ അളിയ കാരണം. നിന്നെ ഞാൻ വേണ്ട ചേട്ടാ, ഞാനും കാരണക്കാരിയാ. രണ്ടുപേരെയും ഇപ്പൊ എന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നേ? പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രായപൂർത്തിയായവള് ഛർദ്ദിക്കുന്നതും മഞ്ഞപ്പിത്തക്കാരൻ ബ്രാൻഡി അടിക്കുന്ന ഒരുപോലെയാ. എല്ലാം കൈവിട്ട് പോയി, കഴുത്ത് പിടിച്ച് ഞെരിച്ച് ചേട്ടാ, പോയ ഞാൻ പോലെ വേണ്ട തോന്നുന്നില്ലേ? വേണ്ടെന്ന് പറഞ്ഞതാ. നീ അലക്സ് ചേട്ടന് എന്നെ ഇങ്ങനെയൊക്കെ. ചിക്കൻ ബിരിയാണി ചില്ലി പൊറോട്ട വാങ്ങിക്കൊടുത്തു, കഴിച്ചത് വയറിന് പിടിച്ചില്ല. അതാ ഇതിന് ഇത്രയും വലിയ സീന്. ഹോ, ബിരിയാണി തിന്നിട്ടായിരുന്നോ? അയ്യോ കിക്ക് പോയല്ലോ മുതലാളി. നിന്റെ വായിൽ ഞാൻ വായിക്കിടണോ? അതല്ല മുതലാളി, പറ. നിങ്ങളുടെ അനുജത്തിയുടെ ജീവിതത്തിൽ വല്ല തെറ്റും സംഭവിച്ചാൽ ഞാൻ ജീവിതം കൊടുക്കാന്ന് കരുതിയതാ. എടാ മുള്ളം പന്നിയുടെ മൂക്കുള്ളവനെ, നിന്റെ ജീവിതം തന്നെ പുത്രക്കണ്ട മൈതാനം പോലെ തെളിഞ്ഞു നിൽക്കുക. നീ എന്റെ അനിയത്തിക്ക് ജീവിതം കൊടുക്കുമല്ലേ? ഇവിടെ മൊട്ടത്തിലെ എന്റെ കൺമുമ്പിൽ മേലെ കണ്ടുപോയി. അയ്യോ, ഇനി അവിടെ എന്താ വിശേഷം? എടാ ഒരു കാര്യം കേക്കണോടാ. എടാ നമ്മുടെ കൊച്ചുമോളെ ഇന്ന് രാവിലെ പ്രായപൂർത്തിയായി. ഓ, അപ്പൊ വീണ്ടും അതാണോ? മനസ്സമാധാനം പോയി കിട്ടിയല്ലേ? എല്ലാത്തിനും എന്നെ നോക്കുന്നത് ഞാൻ അത്രക്കാരനല്ല. ഏത് നേരത്താണോ എന്റെ ശുക്രൻ തിരിഞ്ഞതെന്ന് അറിയില്ല. ഒരുത്തി ഛർദ്ദിക്കുന്നു, മറ്റേ ഒരുത്തി പ്രായപൂർത്തിയുമായി. ഇനി ഈ വീട്ടിൽ കൊച്ചുങ്ങളുടെ കുറവും കൂടെ മാത്രമേ ഉള്ളൂ. എന്താ അളിയ ഇത്? എത്ര സന്തോഷമുള്ള കാര്യം ഇത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. ഈ സന്തോഷം നമുക്കുണ്ടല്ലോ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. മോനെ നമുക്ക് ചടങ്ങ് ചെയ്യണ്ടേ? ചടങ്ങല്ലേ? ദേ നോക്കിക്കേ, ആരോടത് പറയണ്ട. കുറച്ച് നല്ലെണ്ണയും മുട്ടയും കൊടുത്തിട്ട് 3 കുടം വെള്ളം തലവഴി ഒഴിച്ച് ആ ചടങ്ങ് തീർത്തേക്ക്. പൊക്കോ പൊക്കോ പോ 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 പൊക്കോ. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മേ, എന്താ? അളിയൻ അതും ഇതും പറയുന്നതും കേട്ടോണ്ട് എല്ലാരും കൂടെ അങ്ങ് പോയേക്കുവാണോ? ഇങ്ങനെയൊരു സന്തോഷം വീട്ടിൽ നടന്നാല് എന്തിനാ എല്ലാരും ചെലവ് ചെയ്യുന്നേ? ഞങ്ങളുടെ വീട്ടില് കല്യാണപ്രായമായ ഒരു പെണ്ണുണ്ടെന്ന് അറിയിക്കാനാ. എങ്കിലേ 4-5 പേര് നമ്മുടെ വീട്ടിലേക്ക് പെണ്ണ് ചോദിച്ചു വരുള്ളൂ. ഇതിങ്ങനെ മറച്ചു വെച്ചാണ്ടല്ലോ ഇവരാരും അമ്മയാകാൻ പോകുന്നില്ല, നേരെ മുത്തശ്ശിയാവുള്ളൂ. ആ പറഞ്ഞത് നേരാടാ. എടാ ഇവളുമാരെ ഒരു കല്യാണം കഴിപ്പിച്ച് ഇവർക്കുണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ, എന്നെ മുത്തശ്ശീന്ന് വിളിക്കുന്ന ഞാനൊന്ന് കേക്കട്ടടാ. ഇനി നിങ്ങളെ മുത്തച്ചിന്ന് കൂടെ വിളിക്കണല്ലേ? അടുത്തുള്ള അംഗൻവാടിയിൽ 3 നേരം ചോറ് കൊണ്ട് കൊടുത്തു നോക്ക്. എല്ലാ കുട്ടികളും മുത്തച്ചി മുത്തച്ചിന്ന് വിളിച്ചോളും. പോയി വേറെ വല്ലതും ജോലി നോക്ക്. ചെല്ലേ ചെല്ലേ. അമ്മേ, അളിയനോട് എന്തിനാ ഇതൊക്കെ സംസാരിക്കുന്നേ? നാളെ തന്നെ നമുക്ക് ഇത് ആഘോഷിക്കണം. എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം. അമ്മ സ്വന്തക്കാരോടൊക്കെ പറഞ്ഞേക്ക്. എന്താ പറഞ്ഞേ? വാടി വെക്ക. അളിയ പൈസ മാത്രം കൊടുത്തേക്കണേ. ഈ പോക്ക് പോയ നീ എനിക്ക് ചടങ്ങായി തീരും. ഇവന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ അനിയത്തിമാരെ വെച്ച് എന്നെ സങ്കടപ്പെടുത്തുവല്ലടാ. എന്നാ നീ കേട്ടോ, അനിയത്തിമാരെ വെച്ച് കഷ്ടപ്പെടുന്ന ഓരോ ചേട്ടനും നിനക്ക് പണി തരുവടാ. ദേ ഈ മാല ഇങ്ങോട്ട് വെക്ക്. പെട്ടെന്ന് കൊണ്ടുപോയി കെട്ടത്. ചെയർ വന്നു. ഡോ, ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? കാശിന്റെ കുറവ് മൂലം ഒരു തകയില് ഒരു നാഗസ്വരം ഒരു ചിഞ്ചിനമണി മതി എന്നല്ലേ പറഞ്ഞത്? ഒരുമാതിരി വലയപ്പെട്ടിയുടെ നാഗസ്വര കച്ചേരി പോലെ ഒരു പഞ്ചായത്ത് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചാ ആരാടോ കാശ് തരുന്നത്? തന്റെ ഊത്തുമായിട്ട് ഇവിടുന്ന് പൊക്കണം, ഇവിടുന്ന് പൊടോടും. എല്ലാം ഗ്രാൻഡ് ആയിരിക്കണമെന്ന് നിങ്ങൾ അളിയനെ ഞങ്ങളോട് പറഞ്ഞത്. അളിയനോ? ഏത് അളിയനാ പറഞ്ഞത്? അളിയ ഞാൻ തന്നെയാ അത്. വിചാരിച്ച പോലെ. എന്താ അളിയ ഇത്? സോങ്ങിന്റെ സമയത്ത് ഫൈറ്റ് ചെയ്യുന്നേ. പി നീ ഊത്, മൃദംഗം നീ കൊട്ട്, നാദസ്വരം നീ ഊത്.